എന്റെ നല്ല സ്വഭാവം പുറത്തെടുപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് നല്ലത്. നാടകം കളിച്ചും കളിപ്പിച്ചും നടക്കുന്നവർക്ക് കാണുന്നതൊക്കെ നാടകമായിട്ട് തോന്നും. ഇവിടെ ആർക്കും അങ്ങനൊരു ശീലമില്ല. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നീ പോകാൻ നോക്ക്. അങ്ങനെ ചുമ്മാ ഇറങ്ങി പോകാൻ വേണ്ടിയല്ല ഞാൻ കയറി വന്നത്. എന്റെ മോളെ കൂടെ ഞാൻ പോകും. പാടിയുടെ ചുമ്മാ കുട്ടിയെ പേടിപ്പിക്കാതെ ഇറങ്ങി പോകാൻ നോക്ക്. അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. തന്റെ കയ്യില് നാട്ടുകാർ സാക്ഷിയാക്കി ഞാൻ ഏൽപ്പിച്ചു തന്നതാ എന്റെ കൊച്ചുമോള് സോനയും ഈ കുഞ്ഞിനെയും. എന്നിട്ട് എന്റെ കൊച്ചുമോൾ എവിടെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തില്ലേ നീ? ഈ കുഞ്ഞ് എങ്ങനെയാ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ ഇവിടം വരെ എത്തിയത്? നിന്നെ പേടിച്ച് ഒളിച്ചോടിയതല്ലേ? നടന്നു വെക്കോ. ആ നിന്നെ പോലാക്കി തറവാട്ടി സ്ഥാനമില്ല. എന്താ ഇവിടെ? ദാ നിൽക്കുന്നു ഒരുത്തൻ, സോനമോളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തവൻ. ഇനി ഇവന് ഈ കുഞ്ഞിനെ കൂടെ വിട്ടുകൊടുക്കണമെന്ന് കൊലയ്ക്ക് കൊടുക്കാൻ. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. താൻ ഇവിടെ നിൽക്കണ്ട. ഇയാളാരാ മനസ്സിലായില്ല? നീരേറ്റ് കൃഷ്ണപിള്ളയുടെ രണ്ടാമത്തെ മകൻ വിഷ്ണു. മനസ്സിലായല്ലോ. ഇനി പോണം. ആ പോയിക്കോളാം. എന്താണോ ഇത്? ഇവളുടെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ ഇവളെ വളർത്തി വലുതാക്കാൻ. ഈ വീട്ടിലുള്ള ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ടാ. ഒരിക്കലും എന്റെ മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് മരണക്കിടക്കൽ വെച്ച് എന്നോട് പറഞ്ഞതാ എന്റെ സോന. എന്നെ കൊണ്ട് സത്യം ചെയ്തതാ. എനിക്ക് ആ സത്യം പാലിക്കണം. നീരേറ്റിലെ ഒരുത്തനും എന്റെ മോളെ വളർത്തണ്ട. നീ കുഞ്ഞിനെ വിടുന്നോ അതോ ഞാൻ? എന്റെ വ്യാകുല മാതാവേ, ഇപ്പൊ ഞാൻ വെറും കൈയോടെ പോകുന്നെന്ന് വെച്ച് തോറ്റു മടങ്ങാന്ന് നിങ്ങൾ ആരും കരുതണ്ട. കുട്ടിയും കൊണ്ട് കോടതിയിൽ നിങ്ങളെ ഞാൻ വരുത്തും. ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൂപ്പനില്ലേ എന്റെ കുഞ്ഞിന്? അപ്പൂപ്പൻ മാത്രമല്ല, ഈ നിൽക്കുന്നവരെല്ലാം ഇല്ലേ മോളെ രക്ഷിക്കാൻ. ഇനി അവൻ ഇവിടെ വന്നാൽ അപ്പൂപ്പൻ ഈ വടി കൊണ്ട് അവന്റെ തലമണ്ടക്കിട്ടൊന്ന് കൊടുക്കും. എന്നിട്ട് പിടിച്ച് പോലീസ് കൊടുക്കും. വർഷ ബിടെക് ഫൈനൽ ഇയറാ. ഞങ്ങൾ 2 വർഷമായിട്ട് സ്നേഹത്തിലാ. ഈശ്വര, എന്റെ മനസ്സിൽ എന്താ സംഭവിക്കുന്നേ? ഐ ആം ജെലസ്. മോളെ, മോളെന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? വൈകിട്ട് ഞാൻ ശ്രദ്ധിച്ചു. നീ ഈ ലോകത്തൊന്നും അല്ലാത്ത മട്ട. ഏയ് ഒന്നുമില്ല ഡാഡി, ചുമ്മാ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ ഇങ്ങനെ. മോൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് ഉറപ്പാണല്ലോ? ഇല്ല ഡാഡി, നത്തിങ്. ഇത് പറയുമ്പോഴും യു ആർ നോട്ട് ഷുവർ. എന്തോ ഉണ്ട്. ഡാഡിയോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറയൂ. എനിത്തിങ് അബൌട്ട് സുധീഷ്? യാ, ബട്ട് നത്തിങ് സീരിയസ്. പുള്ളിക്കാരൻ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. ഏതോ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ. എങ്കിൽ ജോലി രാജിവെച്ചോളാം ഞാനും പറഞ്ഞു. പക്ഷേ എന്താ മോളെ ഇങ്ങനെയൊക്കെ പോയി? പിന്നല്ലാതെ, കമ്പനി സ്റ്റാർട്ടിംഗ് പോയിന്റിലാ നിൽക്കുന്നേ. മാനേജർ കല്യാണം കഴിച്ച് ഹണിമൂണിന് പോയാ പിന്നെ കമ്പനിയുടെ അവസ്ഥ എന്താവും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കമ്പനി ഫ്ലവിഷ് ചെയ്യുന്ന അവസ്ഥയിൽ എന്റെ സ്റ്റാഫ് ആരും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന്. മോളെ, ദിസ് ഈസ് ടു മച്ച്. വൈ? ഹി ഈസ് ഫ്രീ ടു റിസൈൻ. ഞാൻ വേറെ മാനേജറെ നോക്കിക്കൊള്ളാം ഡാഡി. അതർവൈസ് ഹി മസ്റ്റ് സ്റ്റേ ആസ് ബാച്ചിലർ. ഹലോ, ഈസ് ദിസ് വർഷ? അതെ, ആരാ ഇത്? ഞാൻ ഹോട്ടൽ വിസ്മയയിലെ ഹൗസ് കീപ്പറാ. എനിക്ക് വർഷയുടെ ചേട്ടനെ അറിയാം, അതുകൊണ്ടാണ് വിളിച്ചത്. അയ്യോ, ചേട്ടൻ എന്ത് പറ്റി? പറയാനുള്ളത് ചേട്ടന്റെ കാര്യമല്ല. വർഷ 2 കൊല്ലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളില്ലേ, സുധീഷ്. അയാൾക്ക് വേണ്ടി വെറുതെ റോഡ് സൈഡിൽ കാത്തു നിന്ന് ജീവിതം കളയണ്ടെന്ന് പറയാനാ വിളിച്ചത്. ആരാ നീ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ സുധീഷും തമ്മിലുള്ള ബന്ധം നിനക്ക് എങ്ങനെ അറിയാം? എന്റെ പൊന്നെ, എന്റെ അടുത്ത് എന്തിനാ ചൂടാവുന്നേ? ഞാൻ ആരാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഒരു ഹോട്ടൽ ഹൗസ് കീപ്പർ. ഇങ്ങോട്ട് വന്നാ നേരിട്ട് സംസാരിക്കാം. മാത്രമല്ല, പുതിയ കാമുകിയും കാത്ത് AC സൂട്ടിൽ കാത്തിരിക്കുന്ന സുധീഷിനെയും കാണാം. എന്താ? എനിക്ക് മനസ്സിലായില്ല. കുറച്ചു മുമ്പ് സുധീഷ് സാറും സാറിന്റെ പുതിയ കമ്പനി ഉടമസ്ഥ വീണയും കൂടി ഇവിടെ മുറിയെടുത്തു. ഞാൻ അവർക്ക് മുറി ശരിയാക്കി കൊടുത്തേ. സുധീഷ് ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്ക്, ഞാൻ ഓഫീസ് വരെ പോയിട്ട് വേഗം വരാം. മൊബൈൽ ഓഫ് ചെയ്തേക്ക് കേട്ടോ എന്ന് കൊഞ്ചി പറഞ്ഞ് സുധീഷിന്റെ കവളത്തൊരു നുള്ളും കൊടുത്തിട്ട് തയ്പ പോയി. എന്തായാലും 1/2 മണിക്കൂറിനകത്ത് തിരിച്ചു വരും. എന്തിനാ അവരവിടെ മുറിയെടുത്തേ?
എന്തെങ്കിലും ബിസിനസ് കാര്യത്തിനാണോ? അതൊന്നും എനിക്കറിയില്ല. വലിയ സ്റ്റാർ ഹോട്ടലല്ലേ ഇത്, പലരും ഇതുപോലെ വന്നു പോവാറുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് മാഡത്തിന് അറിയില്ലേ? ആ അയ്യോ, മാനേജർ വരുന്നു, വെക്കട്ടെ. ഹലോ ഹലോ. ചിന്നുമോളെ അപ്പൂപ്പൻ പായ കിടത്തിയിട്ട് വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴാണ് ദൂരേന്നൊരു ആന, ഒരൊറ്റയാൻ അവരിങ്ങോട്ട് വരിക. പെട്ടെന്ന് അപ്പൂപ്പൻ കണ്ടു. അപ്പൂപ്പൻ അവിടെ കിടന്നു എന്ന് ഒച്ചയുണ്ടാക്കി. ആ സത്യം. ആഹാ ദേ വന്നല്ലോ. അപ്പാപ്പ എന്താ കുഞ്ഞേ? ദേ വരുന്നുണ്ട്. ആര് വരുന്നുണ്ടത്? നമ്മുടെ അമ്മക്കുട്ടിയുടെ. ആരെ? ശ്യാമോ? അടിച്ച് ഞാനിന്ന് അവന്റെ കരണം പോയിക്കും. അയ്യോ അല്ല പാപ്പ, പിന്നെ അത് പ്രദീപ് സാറാ വരുന്നത്. ഓ ഇങ്ങെത്തിയോ? ഇല്ല, ഗേറ്റിന്റെ അവിടെ നിപ്പുണ്ട്. ഓ ആ മുകുട്ടി വളകത്ത് പോയി. ചെല്ല്, ചെല്ല്, ചെല്ല്. ഓ. ആരാ? അകത്തേക്ക് വരാം. ഓ. എന്താ പ്രദീപ, വഴിതെറ്റിക്കരുതാണോ? ഇത് നീരേറ്റ് തറവാടാ, തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഞാൻ ആ എങ്കിൽ അങ്ങോട്ടിരിക്കാം. നീരേറ്റ് തറവാട്ടിൽ ആര് വന്നാലും ഒരു ഇരിപ്പിടം കൊടുക്കും. ഇരുന്നാട്ടെ. ആ ചിന്നു, ചായ. അയ്യോ ആ. വേണ്ട, ഞാൻ ഒരപേക്ഷയായിട്ട് വന്നതാ. എന്നിട്ട് അപേക്ഷാ ഫോറം ഒന്നും കാണാനില്ലല്ലോ. അപ്പൂപ്പന് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ തെറ്റുകാരനാ. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതിനിപ്പോ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നല്ലാതെ വേറെ ആരെയും പഴിയാരാണെന്നും എനിക്ക് ഉദ്ദേശമില്ല. ഇത്രയും നേരം പറഞ്ഞതിലൊന്നും അപേക്ഷയില്ലല്ലോ പ്രദീപ, പ്രസ്താവനയാണല്ലോ. പറയാം, ഞാൻ പറയാം. ദയവായി അമ്മുക്കുട്ടിയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് ത്രേസ്യാമ്മച്ചോടൊന്ന് പറയണം. ഇതാണ് എൻ്റെ അപേക്ഷ. അയ്യോ, ഈ അപേക്ഷ ഞാൻ വാങ്ങിവെച്ചാൽ ശരിയാവത്തില്ലല്ലോ പ്രദീപ. അത് വേറെ ഡിപ്പാർട്ട്മെന്റാ. കൊച്ചെവിടെ മോളെ? ആ റബ്ബർ തോട്ടത്തിന്റെ മേളിൽ നിൽക്കുന്ന കണ്ടു. പുഴക്കര വരെ പോണോന്ന് പറഞ്ഞിരുന്നു. ആ ഇനിയിപ്പോ എന്താ ചെയ്യാ പ്രദീപ? ഈ അപേക്ഷ കൊച്ചു ത്രേസ്യയുടെ കൈ കൊണ്ട് കൊടുത്താൽ മതി. ഇതൊന്നും എൻ്റെ ഏർപ്പാടല്ലേ. അവര് അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ വരണു പോണു. അത് വേണമെന്ന് പറയാനോ വേണ്ടാന്ന് പറയാനോ ഞാൻ ആളല്ല. അപ്പൂപ്പൻ പറഞ്ഞവർ കേൾക്കും. ഞാൻ പറയില്ലല്ലോ. അമ്മയില്ലാത്ത ആ കൊച്ചിനെ സ്വന്തം അച്ഛനെ കിട്ടുമെങ്കിൽ അതിന് തടയിടാൻ ഞാൻ ആളല്ല. നിന്നെ പോലെ അല്ല ഞാൻ. എൻ്റെ നെഞ്ചിനകത്ത് മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതില്ലാത്തവരോട് അതിൻ്റെ ഉപയോഗവും ഗുണഗണവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാര്യയോട് എനിക്ക് തീർത്താ കടപ്പാടുണ്ട്. സോനയെ ഉപേക്ഷിച്ച ശേഷം ഭ്രാന്തനെ പോലെ ഞാൻ നടന്ന കാലത്ത് എന്നെ സ്നേഹത്തോടെ പരിചരിച്ചു മനുഷ്യരൂപത്തിലാക്കിയെടുത്ത് അഞ്ചുവാണ്. അവളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ഈ ജന്മത്തിൽ ചെയ്തില്ല. വേണ്ട, കടപ്പാടൊന്നും വേണ്ടാത്ത ജീവിയാണല്ലോ സ്വന്തം മകള്. നിന്റെ അനുവാദം കൂടാതെ പിറന്നു വീണ കുറ്റത്തിന് അവളെ വേദനിപ്പിച്ചോ? ദൈവം ഒഴിച്ച് വേറെ ആരും ചോദിക്കാൻ വരത്തില്ല. അകത്ത് പനിച്ചു പറിച്ച് കിടപ്പുണ്ട് നിന്റെ കുഞ്ഞ്. പാതി ഭോഗത്തിനും ഡാഡി ഡാഡിന്നാ അതിന്റെ ചുണ്ട് മന്ത്രിക്കുന്നത്. ഇനി എന്തിനാ നിൽക്കുന്നത്? അപേക്ഷ കൊണ്ടുപോയി തേശാമ്മയുടെ കൈ കൊടുക്ക്. ചെല്ല്. അത് ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. ഓ, ഇപ്പോഴല്ലേ അപേക്ഷയെ ബോധിപ്പിച്ചത് അമ്മുകുട്ടിയെ മേല കാണിക്കരുതെന്ന്? അല്ല, അത് എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നെന്നാ പറഞ്ഞത്. ഓ, ഞാനൊന്ന് കണ്ടോട്ടെ. ആ ചിന്നു, അമ്മുകുട്ടി ഒന്ന് കാട്ടിക്കൊടുക്ക്. ചെല്ല്,
മുകളിലത്തെ മുറിയിലെ പരിച്ച് കിടപ്പുണ്ട്. വരൂ. മോളെ ഡാഡി ത്രേസ്യാമ്മച്ചി നല്ല പനിയുണ്ടല്ലോ. ഇങ്ങനെ വെച്ചിരുന്നാ മതിയോ? ഡോക്ടറെ കാണിക്കണ്ടേ? ഹോ, തള്ളയും തന്തയില്ലാത്ത കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോവാൻ ആർക്കാ കുഞ്ഞെ നേരം? പാർവതി ഡോക്ടറില്ലേ? കുഞ്ഞ് ആശുപത്രി പേരെടുക്കാൻ പോയേക്കുവാ. ചിന്നു, മോക്കെന്തെങ്കിലും അപകടം പറ്റും. നീയും വളർത്തിയല്ലേ ഇവിടെ കുറച്ചു കാലം. എനിക്കിപ്പോ എങ്ങോട്ടും യാത്ര ചെയ്യാൻ പാടില്ല പ്രതിഭൻ സാറേ. കുഞ്ഞിന്റെ മനസ്സിൽ അത്രയ്ക്ക് ദണ്ഡം തോന്നുന്നുണ്ടെങ്കിൽ തന്നെത്താനം കൊണ്ടുപോകാൻ മേലായോ? അപ്പനെ പറ്റി ആദ്യ കയറിയ ഈ കുഞ്ഞ് ഈ പരുവത്തിലായത്. എന്നാ കൊണ്ടുപോകാൻ മേലേ? ഞാൻ അത് ഇല്ല അഞ്ചു, ഞാനതെത്തി. എത്താറായി. ആ ഡാഡി പോയി കുഞ്ഞെ, എഴുന്നേക്ക്. അയ്യോ ത്രേസ്യാമ്മച്ചി, പനിയുള്ള കുഞ്ഞ്. അതിന് ആർക്കാ പനി? ഇത് പനിയൊന്നുമല്ല. അയ്യോ അപ്പം പറഞ്ഞെന്ന വിദ്യ, ചെറിയുള്ളി മുറിച്ച് കഷത്തിൽ വെച്ച് കിടന്ന ശരീരം ചുട്ടുപൊള്ളെന്ന്. ഏയ് ഡാഡിനെ പറ്റിച്ചേ. എന്താ തനിക്കൂടെ കാര്യം? ആരെ വിളിക്കാനാ താൻ എന്റെ ഭാര്യ വീട്ടിൽ കയറി വന്നേ? ശ്യാം, വെറുതെ നീ എന്നോട് വഴക്കിന് വരണ്ട. മോക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് നോക്കിയതാ. മോളോ? ഏത് മോള്? അമ്മക്കുട്ടി. എന്റെ അമ്മക്കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. നീ അധികം വെള്ളത്തിലെടുക്കണ്ട. പണ്ട് നിന്റെ മുമ്പിൽ തോറ്റ് പിന്മാറിയ ശ്യാമല്ല ഈ നിൽക്കുന്നത്. ഇനി എന്റെ നേരെ നിന്ന് കളിച്ചാ പിന്നെ ഒരു കളി കളിക്കാൻ നീ ബാക്കിയുണ്ടാവില്ല. ഈ ശ്യാം പ്രകാശ് പഴയ ആളല്ല. അധികം പറയേണ്ട നീ. സോനയുടെ മരണത്തെ പറ്റി എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ. പിന്നെ പിന്നെ എന്റെ മകളെ വെച്ച് നീരേറ്റിലെ സോനയുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിലേ. അമ്മു എന്റെ മോള. വളർത്തു മകളായാലും അവളുടെ അമ്മ എന്നെ ഏൽപ്പിച്ചത് അവളെ. അവളുടെ മേൽ എനിക്ക് എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. ഇനി നീ അമ്മുവിനെ കാണുകയോ ഫോൺ ചെയ്യുകയോ ചെയ്താ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനായിരിക്കില്ല, എന്റെ കൂടെയുള്ള മറ്റു ചിലരായിരിക്കും. അതാരാണാവോ ഈ മറ്റു ചിലര്? ഓ, കൂലിഗുണ്ടകളായിരിക്കും. വഴക്കിടാൻ പണ്ടേ അത്ര മടിയുള്ള ആളല്ല ഞാൻ. നിനക്കതറിയാലോ. നിന്റെ ഭീഷണി കൊണ്ട് ഞാൻ പിന്മാറുന്നു എന്ന് കരുതണ്ട. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്ന ആളാ ഞാൻ. അങ്ങോട്ട് കയറി വന്ന് എന്റെ സ്വസ്ഥത നശിപ്പിച്ചത് ഈ വീട്ടിലുള്ളവർ തന്നെയാ. എന്നെ കാണാൻ പലതവണ അമ്മക്കുട്ടി എന്റെ വീട്ടിൽ വരിക ചെയ്തത്. ആരുടെ ജീവിതത്തിൽ കയറി ഇടപെടാനൊന്നും എനിക്കിപ്പോ താല്പര്യമില്ല. അമ്മ എന്റെ ചോരയാ. ആ സ്നേഹം ഇല്ലാതാക്കാനൊന്നും നിനക്ക് കഴിയില്ല. പക്ഷെ അവൾ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കണമെന്നേ ഉള്ളൂ എനിക്ക്. എന്ന് വെച്ച് സ്വത്തിന് വേണ്ടി എന്റെ മോളെ കൊലക്ക് കൊടുക്കാനാണ് നിന്റെ പരിപാടിയെങ്കിലേ പ്രദീപിന്റെ പഴയ സ്വഭാവം ഞാൻ പുറത്തെടുക്കും. എന്റെ മോളെ അങ്ങ് വെറുതെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ ഏത് ഗുണ്ടകളെ നീ വിട്ടാലും നിനക്കൊരു ചുക്കും ചെയ്യാനാവില്ല. മാത്രമല്ല, അധികം വൈകാതെ നീ ഇവിടം വിട്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയിക്കോണം. ഇല്ലെങ്കിൽ